അസ്സലാമു അലൈക്കും. മരുമകന് വേണ്ടി സ്പെഷ്യലായി ലൈലിമയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ വിഭവങ്ങൾ ഡൈനിങ് ടേബിളിന് മുകളിൽ നിരന്നു. പത്തിരിയും ഇറച്ചിക്കറിയും നൂലപ്പവും കടലക്കറിയും അങ്ങനെ ഒത്തിരി വിഭവങ്ങൾ. എല്ലാവരും ഒരുമിച്ച് കഴിക്കാനിരുന്നു. സുറുമയും മോളും മാഹിറിൻ്റെ തൊട്ടടുത്ത് തന്നെ സീറ്റ് പിടിച്ചിരുന്നു. സുറുമ അവൻ്റെ പ്ലേറ്റിലേക്ക് ആവശ്യത്തോടെ വിളമ്പി. ലബീബായും മസീനയുമൊക്കെ അവരുടെ ഭർത്താക്കന്മാർക്ക് വിളമ്പുന്നത് കാണുമ്പോൾ അവൾക്കും വല്ലാതെ കൊതി തോന്നാറുണ്ട്. തൻ്റെ പ്രിയപ്പെട്ടവനോടൊപ്പം ഇരുന്ന് കഴിക്കാൻ, അവനെ സ്നേഹത്തോടെ ഊട്ടാൻ. മാഹിർ ആദ്യം കയ്യിലെടുത്ത ഉരുള മുത്തുമോൾക്ക് നേരെ നീട്ടി. ആ കുഞ്ഞിപ്പെണ്ണിൻ്റെ ചിരി കണ്ട് സുറുമയുടെ കണ്ണ് നിറഞ്ഞു. അവൻ കഴിക്കുന്നത് നോക്കിയിരിക്കുമ്പോൾ സുറുമയുടെ മനസ്സിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ തൊട്ടടുത്ത് ഈ നിമിഷം അതൊരു സ്വപ്നമാണോ എന്ന് തോന്നിപ്പോവുകയാണ് അവൾക്ക്. ഇടയ്ക്കിടെ തൻ്റെ മിഴികൾ അവനിൽ ആർത്തിയോടെ പതിയുന്നത് കണ്ടിട്ടാവും കല്ലുവിൻ്റെ മുഖത്ത് ആകെയൊരു ചിരിയുണ്ട്. പോടി അവിടുന്ന്, ഞാൻ എൻ്റെ കെട്ടിയവനെ വായ നോക്കും. സുറുമി ചുണ്ടുകൂട്ടി കുസൃതിയോടെ പിറുപിറുത്തു. പെട്ടെന്ന് തട്ടിക്കൂട്ടിയതുകൊണ്ട് കറിയൊന്നും അത്ര നന്നായിട്ടുണ്ടാവുമല്ലോ മോനെ, ലേലുമ്മ വല്ലായ്മയോടെ പറഞ്ഞു. അത് സാരില്ല, ഉമ്മാൻ്റെ കൈപ്പുണ്യം നന്നായി അറിയാൻ ഞാനും സുറുമ ഇനിയും ഇങ്ങോട്ട് വരുമല്ലോ. മാഹിറിൻ്റെ ചുണ്ടിലെ ചിരി കണ്ട് അവരിലേക്കെല്ലാം പകർന്നു. ആ സന്തോഷത്തിന് വലിയ ആയുസ്സുണ്ടായിരുന്നില്ല. കഴിച്ചു തീരും മുമ്പേ മാഹിറിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ഫോണെടുത്ത് ചെവിയോട് ചേർത്തതും അവൻ്റെ മുഖത്തെ പ്രകാശം കെട്ടുപോകുന്നതും അവൻ്റെ കണ്ണുകൾ കലങ്ങുന്നതും സുറുമി ശ്രദ്ധിച്ചു. അവൾ ആശങ്കയോടെ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ഉപ്പ പോയെന്ന്. ഹോസ്പിറ്റലിൽ നിന്ന് സക്കീർക്കയാണ് വിളിച്ചത്. അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദം അടഞ്ഞു പോയിരുന്നു. തളർന്നിരിക്കുന്ന ആ മനുഷ്യൻ്റെ പുറത്ത് കൈവച്ച് അവനെ ആശ്വാസം പകരുമ്പോൾ അവളുടെ ഉള്ളം ആ ഉപ്പയുടെ വേർപാടിൽ തേങ്ങിപ്പോയിരുന്നു. സുറുമിക്കും വേദനയുണ്ട്. സ്വന്തം ഉപ്പയെ തന്നെയല്ലേ അവൾ ആ മനുഷ്യനെ കണ്ടത്. ആ വീട്ടിലുള്ളവരൊക്കെയും അവളെ കുറ്റപ്പെടുത്തുമ്പോൾ സാരമില്ല മോളെ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ആ ഉപ്പ മാത്രമല്ലേ അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അവളല്ലേ ഒരു അറപ്പും കൂടാതെ ആളുടെ മൂത്രവും ഛർദ്ദിച്ചതുമൊക്കെ വൃത്തിയാക്കിയിരുന്നത്. മാഹിറിൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ പൊടിയുന്നത് കണ്ട് സുറുമിക്ക് ആശങ്കയേറി. അവൻ ആ ഉപ്പയെ ജീവനാണെന്ന് അവൾക്കറിയാം. ഉപ്പയുടെ വേർപാട് മാഹിർ എങ്ങനെ അതിജീവിക്കുമെന്നാണ് സുറുമി എപ്പോൾ ഓർത്തത്. മാഹിറിൻ്റെ കൂടെ ഷഹീറും ഹോസ്പിറ്റലിലേക്ക് പോയി. അവർ പോയതിന് പുറകെ സുറുമയും ലൈലയും കല്ലവും തുമ്പിയും ഒരു ഓട്ടോ പിടിച്ച് പുതുമന വീട്ടിലേക്ക് പുറപ്പെട്ടു. സുറുമി വീട്ടുമുറ്റത്ത് ചെന്നിറങ്ങുമ്പോൾ വിവരമറിഞ്ഞ് ബന്ധുക്കളൊക്കെ എത്തിയിരുന്നു. മുറ്റത്ത് ആരൊക്കെയോ ചേർന്ന് ദർബായ വലിച്ചു കെട്ടുന്നുണ്ട്. സീജയും സീനവും വാപ്പിളർത്തി കരയുന്നതും അവരെ ആരൊക്കെയോ ചേർന്ന് ആശ്വസിപ്പിക്കുന്നതുമൊക്കെ കേട്ട് സുറുമി അകത്തേക്ക് കയറി. അവിടെയും സുറുമി ഇതുവരെ കണ്ടിട്ടുള്ളതും കാണാത്തതുമായ ബന്ധുക്കളെ കൊണ്ട് നിറഞ്ഞു നിന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ബോഡി വീട്ടിലെത്തിച്ചപ്പോഴേക്കും ഉച്ചയായിരുന്നു. വർദ്ധിച്ചു വരുന്ന ഹൃദയവേദനയോടെ സുറുമി അവസാനമായി ഉപ്പയെ ഒരു നോക്ക് കണ്ടു. ശാന്തമായി ഉറങ്ങിക്കൊടുക്കുകയാണെന്ന് തോന്നും. എൻ്റെ മോളിന് ഇവിടെ നിൽക്കണ്ട, ഇക്കാൻ്റെ കൂടെ വീട്ടിലേക്ക് പോയിക്കോ. മാഹിർ വന്നിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി, അല്ലെങ്കിൽ ഇവരെല്ലാം കൂടെ എൻ്റെ മോള് നോവിക്കും. ആ ഉപ്പ പറഞ്ഞ വാക്കുകൾ സുറുമിയുടെ കാതിൽ മുഴങ്ങിക്കേട്ടു. വിതുമ്പുന്ന ചുണ്ടുകളെ കടിച്ചമർത്തിയവൾ കരച്ചിലൊതുക്കി. ഇനിയും നോക്കി നിൽക്കാനുള്ള മനക്കെട്ടില്ലാത്തവൾ തട്ടത്തിൻ്റെ തുമ്പുകൊണ്ട് വാ പൊത്തിപ്പിടിച്ച് തേങ്ങലടക്കി തിരിഞ്ഞു നടന്നു. അടക്കി പിടിച്ച തേങ്ങലുകൾക്കൊപ്പം കുന്തിരിക്കത്തിൻ്റെ ഗന്ധവും എല്ലാം കൂടി സുറുമിക്ക് ആ വീടിനുള്ളിൽ ശ്വാസം മുട്ടി. എവിടേക്ക് തിരിഞ്ഞാലും ഉപ്പ തന്നെ വിളിക്കുന്നത് പോലെ. മോളെ, നിനക്ക് ഈ ഉപ്പാനോട് ദേഷ്യമുണ്ടോ? നീ മാഹിറിനെ വിളിച്ച് വേഗം ഇങ്ങോട്ട് വരാൻ പറ. എൻ്റെ മോള് കരയണ്ടട്ടോ. ഇവരുടെയൊക്കെ മുമ്പിൽ കരയല്ല വേണ്ടത്, തൻ്റെയോടത്തോടെ നിൽക്കുകയാണ് വേണ്ടത്. എൻ്റെ മോളെ കണ്ണീർ തുടച്ചേ. ആ വാക്കുകൾ ചുറ്റുഭാഗത്തും അലയടിച്ചിരുന്നു. ഒഴുകിയിറങ്ങിയ കണ്ണുകൾ സുറുമി അമർത്തി തുടച്ചു. വൈകുന്നേരം 4 മണിയായപ്പോൾ മയ്യത്തിനെ പള്ളിയിലേക്ക് കൊണ്ടുപോയി. ഖബറടക്കം കഴിഞ്ഞ് ഷഹീർ പള്ളിയിൽ നിന്ന് തിരിച്ചു വന്നതും ലൈലുമ്മയും കല്ലും തുമ്പിയും അവൻ്റെ കൂടെ പോകാനിറങ്ങി. ഇവിടെ നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇക്കാക്കെ വിളിക്കണം കേട്ടോ സുറുമി, ഞാനിങ്ങ് ഓടി എത്തിക്കോളാം. കാറിൽ കയറാൻ നേരം ഷഹീർ സുറുമിയോട് പ്രത്യേകം ഓർമ്മിപ്പിച്ചു. തുമ്പി അവളെ കെട്ടിപ്പിടിച്ചു. അവർ യാത്ര പറഞ്ഞു പോയതും സുറുമിക്ക് ആകെ ഒരു ശൂന്യത അനുഭവപ്പെട്ടു. മാഹിറാണെങ്കിൽ പള്ളിയിൽ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. എന്തെങ്കിലും കാര്യത്തിന് ഓടി നടക്കുന്നുണ്ടാവും. അത് കൊള്ളാം, ഈ ഇവിടെ വന്ന് നിൽക്കാണോ സുറുമി? അപ്പുറത്തേക്കൊന്ന് വന്നേ. പള്ളിയിലെ ഉസ്താദുമാരും എത്തിയഖാനയിലെ മക്കളൊക്കെ രാത്രി ഇങ്ങോട്ട് വരും. അവർക്ക് തിന്നാൻ കൊടുക്കാൻ വല്ലതും വെച്ചുണ്ടാക്കിയിട്ട് വേണം.
മുഖം കറുപ്പിച്ചുകൊണ്ട് ലബീബ മുറുമുറുത്തതും സുറുമി അടുക്കളയിലേക്ക് നടന്നു. അവിടെ കുടുംബത്തിലുള്ള കുറച്ച് പെണ്ണുങ്ങൾ ഉള്ളി തെളിച്ചും മരിച്ചുപോയ ഉപ്പയുടെ നന്മ പറഞ്ഞുമൊക്കെ നിൽക്കുന്നുണ്ട്. സുറുമിയെ കണ്ടതും അവരുടെയെല്ലാം സംസാരം നിരച്ച് ആ നോട്ടം സുറുമിയിലേക്കായി. ഇത് ഇവിടുത്തെ മാഹിറിൻ്റെ പെണ്ണല്ലേ ഇത്? ഈ പെണ്ണല്ലേ പിണങ്ങിപ്പോയെന്ന് പറഞ്ഞത്? അവൾ തന്നെ. പിണങ്ങിപ്പോയതെന്നല്ല, ആരും മാട്ടി ഇറക്കി വിട്ടതാ. ആ ഓട്ടോക്കാരൻ ചെക്കനില്ല ആദിലെ, ഓനും ഇവളും തമ്മിൽ എന്തൊക്കെയോ ചുറ്റിക്കളിയുണ്ട് അത്രേ. ആനും അത് കയ്യോടെ പിടിച്ചു. എന്നിട്ടല്ലേ ഓളെ വീട്ടുകാരെ വിളിച്ചു വരുത്തി പറഞ്ഞയച്ചത്. വിവരമറിഞ്ഞ് നെഞ്ചു പൊട്ടിയാണ് ഓളുടെ ഭർത്താവ് മാഹിറെ പെട്ടെന്ന് നാട്ടിലേക്ക് വന്നത്. അത് ശരി, കണ്ടാൽ എന്തൊരു പാവം. വൃത്തികെട്ടവൻ. ഒന്നുമില്ലെങ്കിലും ഒരു പെൺകൊച്ചില്ലേ അവൾക്ക് ഇരുന്ന് തിന്നിട്ടുള്ള ഏനക്കേടാണ് ഇവൾക്കൊക്കെ വെറുതെ ഇങ്ങനെ. അല്ലേലും മിണ്ടാപ്പൂച്ച കലമെടുക്കുക എന്നല്ലേ ചൊല്ലേ. എനിക്ക് ആ ചെക്കനെ ഓർക്കുമ്പോഴാ പാവം. ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് പൊന്നു പോലെയല്ലേ ഇവളെയൊക്കെ നോക്കിയത്. ഈ തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞാൽ ഇവരുടെ കാര്യത്തിൽ ചിലപ്പോൾ ഒരു തീരുമാനം എടുക്കുകയുണ്ടാവും. അവരെ സുറുമി കേൾക്കാതെ അടക്കം പറഞ്ഞു. അടുക്കളയിൽ ഓടി നടന്ന് ഓരോന്ന് ചെയ്യുമ്പോഴും സുറുമിയുടെ കണ്ണുകൾ പുറത്തേക്ക് നീളുന്നുണ്ട്. ആ ഒരുവനെ തിരയുന്നുണ്ട്. അവനിപ്പോഴും കരയുന്നുണ്ടാവുമോ? രാവിലെ കഴിച്ചതിൽ പിന്നെ വല്ലതും കഴിച്ചിട്ടുണ്ടാവുമോ എന്നൊക്കെ ചിന്തിച്ചവൾ തേങ്ങ ചിരവിക്കൊണ്ടിരിക്കുമ്പോഴാണ് മാഹിറിൻ്റെ ശബ്ദം അടുക്കളപ്പുറത്ത് നിന്ന് കേട്ടത്. സുറുമിയുടെ കണ്ണുകൾ എത്ര പെട്ടെന്നാണ് അവനെ കണ്ടെത്തിയത്. അവനൊരു ഗ്ലാസ് വെള്ളം ചോദിച്ചതാണ്. സുറുമി വെള്ളമെടുക്കാനായി എഴുന്നേൽക്കും മുമ്പേ സീനു അവനുള്ള വെള്ളവുമായി പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. അവൾ എഴുന്നേറ്റ് തുറന്നിട്ട് ജനാലയോടെ നോക്കിയപ്പോൾ കണ്ടു സീനുവിൻ്റെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങി വായിലേക്ക് അമർത്തുന്നതിന്. അവളെന്താ ചോദിക്കാനായി വാ തുറന്നതും മാഹിറിനെ മുറ്റത്ത് നിന്ന് ആരോ വിളിക്കുന്നത് കേട്ടു. അവൻ അങ്ങോട്ട് പോവുകയും ചെയ്തു. രാത്രി എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് തിരക്കൊക്കെ ഒഴിഞ്ഞ് സുറുമി മുറിയിലേക്ക് ചെല്ലുമ്പോൾ ആ മുറിയുടെ ഡോറ് അകത്തു നിന്നും അടച്ചിട്ടതായി കണ്ടു. മാഹിക്കയാവും അകത്ത് നിന്ന് കരുതിയാണ് അവൾ കതകിൽ മുട്ടിയത്. സീജ വന്ന് വാതിൽ തുറന്നതും സുറുമിക്കൊരു പതർച്ചയുണ്ടായി. എന്താടി? എടുത്തടിച്ചതുപോലെയായിരുന്നു അവളുടെ ചോദ്യം. പെട്ടെന്ന് അവളോട് എന്ത് പറയേണ്ടതെന്ന് തോന്നി അവൾക്ക്. സീജയെന്ന് തിരിഞ്ഞു നോക്കി. അവൾ മാത്രമല്ല, ആ മുറിയിൽ അവളുടെ ഭർത്താവ് ഉണ്ടെന്ന് സുറുമി കണ്ടു. ഈ മുറിയിൽ ഇന്ന് ഞാൻ എൻ്റെ ഇക്കയാണ് കിടക്കുന്നത്. ഇന്ന് നീ വേറെ ഏതെങ്കിലും റൂമിൽ പോയി കിടന്നോ എന്നും പറഞ്ഞവൻ വാതിലടച്ചു. മുകളിലെ മുറികളിലൊക്കെ ഓരോരുത്തരും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. സുറുമി അവിടെയൊക്കെ മാഹിറിനെ തിരഞ്ഞു. ഏതൊരു കാരണവരോട് സംസാരിച്ചുകൊണ്ട് മുറ്റത്തിരിപ്പുണ്ടവൻ. സുറുമി വാ, ഇവിടെ കിടക്കാം. മുത്തുമോളും ഇവിടെ ഉറങ്ങുന്നുണ്ട്. ഹസീന പുറകിൽ നിന്ന് വിളിച്ചതും സുറുമി ഒന്ന് ശങ്കിച്ചു നിന്നുവെങ്കിലും പിന്നെ മടിക്കാതെ അങ്ങോട്ട് ചെന്നു. രാവിലെ നേരത്തെ ഉണർന്ന് സുറുമി കുളിയും നിസ്കാരവും ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ മാഹിർ ആളിലെ സോഫയിൽ കിടന്ന് ഉറങ്ങുന്നത് കണ്ടു. മാഹിക്ക ഇന്നലെ ഇവിടെയാണ് ഉറങ്ങിയത്. സുറുമി അവൻ്റെ അരികിലേക്ക് ചെന്നു. മാഹിക്ക, തണുത്ത കൈ കൊണ്ടവൻ്റെ കവിളിൽ പതിയെ തൊട്ടി വിളിച്ചവർ. മാഹിർ കണ്ണു തുറന്ന് നോക്കുമ്പോൾ മുൻപിൽ പുഞ്ചിരിയോടെ നിൽക്കുന്നുണ്ട് സുറുമി. അവൻ്റെ കണ്ണുകൾ ഒരു നിമിഷം അവളുടെ ചിരിയിൽ തങ്ങി നിന്നു. എന്താ ഇങ്ങനെ നോക്കുന്നേ? സുറുമിക്ക് ജാള്യത തോന്നി. കുളി കഴിഞ്ഞ് മാറിയിടാനുള്ളതെല്ലാം റൂമിനകത്തായത് കൊണ്ട് അവൾ ഹസീനയുടെ ഒരു മാക്സിയാണ് ധരിച്ചത്. പുതിയതാണെങ്കിലും ഹസീന അവളേക്കാൾ തടിയുള്ളത് കൊണ്ട് സുറുമിക്ക് ആ മാക്സ് ലൂസായിരുന്നു. ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ നോക്കിയതാടോ. തളർച്ചയോടെ ഒന്ന് ചിരിച്ചെന്ന് വരുത്തി എഴുന്നേറ്റിരുന്നു മാഹിർ. അവനെ നോക്കുമ്പോൾ സുറുമിയുടെ കണ്ണുകൾ അവനോടുള്ള സ്നേഹം തുളുമ്പി. അപ്പുറത്ത് നിന്നെന്നോ സീജയുടെ ഭർത്താവിൻ്റെ ചുമ കേട്ടതും സുറുമി അവനിൽ നിന്ന് ആ കണ്ണുകളെ പറിച്ചെടുത്തു. പോയി നിസ്കരിക്കട്ടോ, അപ്പോഴേക്കും ഞാൻ കാപ്പി ഇട്ട് തരാം. അതും പറഞ്ഞ് അടുക്കളയിലേക്ക് നടക്കുന്നവളെ കണ്ണു ചുമ്മാൻ മറന്നതുപോലെ നോക്കി അവൻ ആ സോഫയിൽ ഇരുന്നു. മാഹിറിൻ്റെ ചുണ്ടിൻ്റെ കോണിൽ വിഷാദച്ചായുള്ളൊരു ചിരിയുണ്ടായി. അവൻ്റെ മനസ്സിൽ ഒരു അസ്വസ്ഥത നീലിച്ചത് നിമിഷനേരം കൊണ്ടാണ്. എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും മറക്കാൻ കഴിയാത്ത ഭീകര സ്വപ്നം പോലെ സുറുമിയെ കാണുമ്പോഴൊക്കെ സുൽത്താനയുടെ രൂപം അവൻ്റെ മനസ്സിലേക്ക് തികട്ടി വന്നു. അവനൊന്ന് അറച്ച് തല കുടഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. സുറുമി കാപ്പി ഉണ്ടാക്കിയപ്പോഴേക്കും ഓരോരുത്തരായി എഴുന്നേറ്റ് വന്നിരുന്നു. മാഹിറിനും സീജയുടെ ഭർത്താവിനുമൊക്കെയുള്ള കാപ്പി കൊടുത്തതിന് ശേഷം സുറുമി ആനുമ്മയുടെ മുറിയിലേക്ക് നടന്നു. ആ മുറിയിൽ നിറച്ചും ഉപ്പയുടെ ഗന്ധമാണ്. കാലെടുത്ത് വെച്ചതും എന്തിനെന്നറിയാതെ അവളുടെ ഹൃദയത്തിൽ നോവ് തിങ്ങി. ആനുമ്മ അവരുടെ നാത്തൂൻ അസ്മയോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സുറുമിയെ കണ്ടത്. അവളെ കണ്ട മാത്രയിൽ ആ മുഖത്ത് കാർമേഘം ഇരുണ്ടും മുടി കെട്ടിയിരുന്നു. അവരുടെ ഭാവമാറ്റം മനസ്സിലായെങ്കിലും മുഖം കറുപ്പിക്കാതെ സുറുമി അവർക്ക് കാപ്പി കൊടുത്തു. എനിക്കൊന്നും വേണ്ട, കൊണ്ടുപോയിക്കോ എൻ്റെ മുമ്പിൽ നിന്ന്.
ആനുമ്മയുടെ അലർച്ചയിൽ സുറുമിയുടെ കൈ വിറച്ചു. കാപ്പി തുളുമ്പി അവരുടെ വെളുത്ത നിറമുള്ള ബെഡ്ഷീറ്റിലേക്ക് ഇറ്റി വീണു. അസ്മ പകപ്പോടെ ഇരുവരെയും നോക്കുന്നുണ്ട്. അസത്ത്, അവിടേക്ക് വൃത്തികേടാക്കിയത് കണ്ടില്ലേ? എന്നോട് ആരാടെ ഇപ്പോൾ ഇങ്ങോട്ട് എഴുന്നള്ളാൻ പറഞ്ഞത്? ആനുമ്മ പിറുപുറത്തു. സുറുമിയുടെ ഹൃദയത്തിൽ ആരോ മുള്ളുകൊണ്ട് വരെയും പോലെ വേദനിച്ചു. ഉമ്മ ഉമ്മ എന്തിനാ എന്നോടെങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ ഉമ്മയെ എന്ത് ചെയ്തിട്ടാ എന്നോട് മാത്രം ഇങ്ങനെ? സുറുമിയുടെ ശബ്ദം കരച്ചിലിൻ്റെ വക്കോളമെത്തി. ആരെ കാണിക്കാതെ എൻ്റെ ഈ പ്രസനം? ഇവിടെയുള്ള എല്ലാവർക്കും എൻ്റെ തനി നിറം അറിയാം. എൻ്റെ മോൻ നാട്ടിലെത്തിയത് കണ്ടപ്പോൾ കണ്ണീരും കാണിച്ച് പതുക്കെ അടുത്ത് കൂടുന്നല്ലേ ഈ? എൻ്റെ തൊലിക്കെട്ട് സമ്മതിച്ചു തരാതെ വയ്യില്ല പെണ്ണെ. എൻ്റെ മുമ്പിലിട്ട് എൻ്റെ മോളെ കർണത്തടച്ച് ഇറങ്ങിപ്പോയോളല്ലേ ഈ? പിന്നെന്തിനാ ഇങ്ങോട്ട് തന്നെ കെട്ടിയെടുത്തത്? വൈകാതെ എൻ്റെ മോനും നിന്നെ വെറുത്തോളും. അവൻ തന്നെ നിന്നെ തള്ളിപ്പറഞ്ഞ് ഇവിടെ നിന്ന് ഇറക്കി വിടും. നീ ദിവസം എണ്ണീരുന്നോടി. ആനുമ്മ സുറുമിക്ക് നേരെ വിരൽ ചൂണ്ടി. നാത്തൂനെ, എന്താ ഇത്? അസ്മ പകപ്പോടെ അവരെ നോക്കി. സത്യത്തിൽ അവിടെ ഇതിനു മുമ്പ് അരങ്ങേറിയ പ്രശ്നങ്ങളൊന്നും തന്നെ ആ സ്ത്രീ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്കറിയോ അസ്മ, ഇവളൊരുത്തി കാരണം എൻ്റെ ഭർത്താവ് നേരത്തെ പരലോകത്തേക്ക് പോയത്. ഇവളെ പേരും പറഞ്ഞ് എൻ്റെ മോൻ എന്നോട് കയറുന്നത് കണ്ടാണ് ആൾക്ക് നെഞ്ചുവേന വന്നേ. എൻ്റെ വീട്ടിലെ മനസ്സമാധാനം മുഴുവനും തകർത്ത് കളഞ്ഞത് ഈ പേച്ചവള. ആനുമ്മ അവരണിഞ്ഞ മുഖമക്കലിയുടെ തുമ്പുകൊണ്ട് കണ്ണുനീരുപ്പി. സുറുമിക്കത് പുതിയ അറിവായിരുന്നു. തൻ്റെ പേരും പറഞ്ഞ് മാഹിക്ക ആനുമ്മയോട് തട്ടിക്കയറിയെന്നും അതുകൊണ്ടാണ് ഉപ്പാക്ക് നെഞ്ചുവേദന വന്നതുമൊക്കെ കേട്ടപ്പോൾ സുറുമി ദുർബലയായി. അവളുടെ മുഖം കുനിഞ്ഞുപോയി. എൻ്റെ കുടുംബം മുടിക്കാനായിട്ട് കെട്ടിയെടുത്തിരിക്കുക പേച്ചവള്. ഇതൊരു മരണം നടന്ന വീടാണ്. താൻ എന്തെങ്കിലും പറഞ്ഞാൽ ആനുമ്മ ഇവിടെ ഒരു പൊട്ടിത്തെറിയെന്ന് ഉണ്ടാക്കും. വേണ്ട, ഒന്നും വേണ്ട. ആനുമ്മയുടെ തെറിയപേക്ഷകം കേട്ടുകൊണ്ടവൾ തിരിഞ്ഞു നടന്നു. ഹാളിൽ നിന്ന് ആരുടെയൊക്കെയോ പതിഞ്ഞ സംസാരങ്ങൾ കേൾക്കാം. കണ്ണു നിറഞ്ഞത് ആരും കാണാതിരിക്കാൻ വേണ്ടിയാണവൾ മുഖം താഴ്ത്തിയാണ് അടുക്കളയിലേക്ക് പോയത്. അടുക്കളയിലേക്ക് എത്തും മുമ്പേ സുറുമി എന്തോ ഒന്നിൽ ഇടിച്ച് തട്ടി നിന്നു. നിറഞ്ഞ കണ്ണുകളുയർത്തി നോക്കിയതും അവളുടെ കണ്ണുകളിൽ വെറുപ്പും മറപ്പും ഒരുപോലെ നിറഞ്ഞു. എന്നാൽ സുറുമിയുടെ ഉടൽ തൻ്റെ ഉടലിൽ വന്ന് തട്ടിയ മാത്രയിൽ സക്കീറിൻ്റെ ദേഹം ഒന്ന് തരിച്ചുണർന്നു. എന്തൊരു ഭംഗിയാണ് അവൾക്ക്! സുറുമിയെപ്പോലെ ഒരു പെണ്ണിനെ സ്വന്തമായി കിട്ടാൻ ഏത് പുരുഷനാണ് ആഗ്രഹിക്കാത്തത്? അവളെ നിന്ന് ഒഴിഞ്ഞു നോക്കുമ്പോൾ അവൻ്റെ ചുണ്ടിൽ വശ്യമായൊരു ചിരി മുട്ടിട്ടു. നിന്റെ കണ്ണുനീര് തീർന്നില്ലേ സുറുമിയെ? അവൻ്റെ പരിഹാസം നിറഞ്ഞ ചോദ്യം കേൾക്കെ സുറുമി വെറുപ്പോടെ മുഖം വെട്ടിച്ചു കളഞ്ഞു. അവൻ മുന്നോട്ട് നടക്കാൻ ആഞ്ഞതും സക്കീർ അവളുടെ മുൻപിലേക്ക് കയറി നിന്നു. ചുറ്റിലുമൊന്ന് നോക്കി. അടുത്തൊന്നും ആരുമില്ലെന്ന് ഉറപ്പിച്ചവൻ. സുറുമി, ഈ എല്ലാം മാഹിറിനോട് പറഞ്ഞു അല്ലേ? പൊടുന്നുടനെ അവൻ്റെ കണ്ണുകളിൽ കൗര്യം നിറഞ്ഞു. സുറുമി ഒന്നും ഇതുവരെ മാഹിറിനെ അറിയിച്ചിട്ടില്ലല്ലോ. അവൾ ജിന്നിനോട് മാത്രമല്ലേ ഇയാളുടെ ശല്യത്തെക്കുറിച്ച് പങ്കുവെച്ചിട്ടുള്ളൂ. എന്നാലും അവൻ്റെ മുൻപിലിപ്പോൾ താഴ്ന്നു കൊടുക്കാൻ അവൾക്ക് മനസ്സ് വരുന്നില്ല. പറയാതെ പിന്നെ സ്വന്തം അനിയൻ്റെ ഭാര്യയെ കാമവെറിയോടെ നോക്കുന്ന നിന്റെ വൃത്തികെട്ട സ്വഭാവം നിന്റെ അനിയൻ അറിഞ്ഞിരിക്കണ്ടേ? ഞാൻ വള്ളി പുള്ളി തെറ്റാതെ എല്ലാം എൻ്റെ ഭർത്താവിൻ്റെ കാതിലെത്തിച്ചിട്ടുണ്ട്. സുറുമയുടെ വാക്കുകൾ അവനിലൊരു വേവലാതി പടർത്തി. സുറുമയെ ഇങ്ങനെ കൺമുന്നിൽ കണ്ടപ്പോൾ സംശയം തീർക്കാൻ വേണ്ടി വെറുതെ ഒന്ന് എറിഞ്ഞു നോക്കിയതാണ്. സുറുമ ഒരിക്കലും ഇതൊന്നും ചാടിക്കയറി മാഹിറിനോട് പറയില്ലെന്നായിരുന്നു സക്കീർ കരുതിയത്. അവൻ്റെ ഊഹത്തെ തച്ചുടക്കുന്ന സുറുമയുടെ വാക്കുകളിൽ അവൻ പരിഭ്രമിച്ചെങ്കിലും അത് പുറത്തു കാണിക്കാതെ അവളെ ഒന്ന് നോക്കി. അന്നേ ഞാൻ സുറുമിനോട് പറഞ്ഞിരുന്നു ഒന്നും മാഹിറിനെ അറിയിക്കരുതെന്ന്. എല്ലാം അവനെ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി സക്കീർ വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? നിനക്കൊന്നുണ്ടാവുന്ന നഷ്ടങ്ങൾ അനുഭവിക്കാൻ ഒരുങ്ങിയിരുന്നോ നീയും നിന്റെ ഭർത്താവും? ഹോ, പിന്നെ നീ എന്നെ നൊട്ടും. ഒന്ന് പോടോ. സ്വന്തം പെങ്ങളെപ്പോലെ കാണേണ്ടവരെയൊക്കെ കാമറയുടേതോ നോക്കുന്ന നിന്റെ ഈ കണ്ണ് ചൂന്നെടുത്ത് കളഞ്ഞ് ചാട്ടവാറ കൊണ്ട് അടിക്കാണ് വേണ്ടത്. പുച്ഛത്തോടെ ഒട്ടും ഭയമില്ലാതെ അവൾ പറയുന്നത് കേട്ട് സക്കീർ പല്ല് കടിച്ചു. ഡി, എന്നെ ഉണ്ടല്ലോ വെറുതെ ഓലപ്പാമ്പിനെ കാണിച്ച് എന്നെ വിതട്ടാതെ വഴയിൽ നിന്ന് മാറി നിൽക്കണോ? വീറോടെ പറഞ്ഞവൾ അവനെ കടന്നുപോയി. സക്കീർ പറഞ്ഞതൊക്കെ അവൾ മനസ്സിൽ നിന്ന് കളഞ്ഞിരുന്നുവെങ്കിലും ആനുമ്മ തുപ്പിയ വാക്കുകൾ അവളുടെ ഉള്ളിൽ കിടന്ന് നീറിക്കൊണ്ടിരുന്നു. നീ കരയുകയാണോ സുറുമിയെ? സുറുമിയെ കണ്ടപാടെ ഹസീന ചോദിച്ചു. സുറുമി ഒന്നും മിണ്ടാതെ കണ്ണു തുടച്ചു. ഉമ്മ വല്ലതും പറഞ്ഞു കാണല്ലേ? ആ സ്ത്രീക്ക് ഭ്രാന്താണ്. ഭർത്താവ് മരിച്ചതിൻ്റെ യാതൊരു ദുഃഖവും ഓർക്കില്ല. വരുന്നവരോടൊക്കെ ഇവിടുത്തെ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ടിരിക്കാം മൂപ്പത്തി. സ്വന്തം പല്ലിൽ കുത്തി മറ്റുള്ളവരെ മണിപ്പിക്കുന്നത് വലിയ കാര്യമാണെന്നാ അതിൻ്റെ വിചാരം. വെറുതെയല്ല പഠിച്ചവൻ ഉപ്പയെ നേരത്തെ കൊണ്ടുപോയത്.
ഹസീന നെടുവീർപ്പിട്ടു. സാരില്ല, മാഹിറിങ് എത്തിയല്ലോ. ആരൊക്കെ നിന്നെ കുറ്റപ്പെടുത്തിയാലും അവൻ നിന്നെ മനസ്സിലാക്കും സുറുമേ. ഈ വെറുതെ വിഷമിക്കണ്ട, ഓൻ നിന്റെ കൂടെ ഉണ്ടാവും. ഹസീനയുടെ സ്വരത്തിൽ സഹതാപം കലർന്നു. ആ ഒരു ഉറപ്പ് സുറുമിക്കുമുണ്ടല്ലോ. ആരൊക്കെ തന്നെ അവിശ്വസിച്ചാലും ആ ഒരുവൻ തന്നെ കൈവിടില്ലെന്ന്. ഹസീനയും സുറുമയും ചേർന്ന് പ്രാതലൊക്കെ റെഡിയാക്കി. ഒന്നല്ല രണ്ടല്ല 7 ദിവസം പെട്ടെന്ന് കഴിഞ്ഞുപോയി. ബന്ധുക്കളിൽ ചിലരൊക്കെ മടങ്ങിപ്പോയിരുന്നു. ബാക്കിയുണ്ടായിരുന്ന കുറച്ചു പേര് 7 കഴിഞ്ഞു പോകാൻ നിൽക്കുന്നതിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിലൊന്നും സുറുമി അറിഞ്ഞുകൊണ്ട് ആനിമയുടെ മുറിയിലേക്ക് ചെല്ലാറില്ല. വെറുതെ എന്തിന് ഒരു പ്രശ്നത്തിന് തിരികൊളുത്തണം. സീനുവിൻ്റെയും സീജയുടെയും ഭർത്താക്കന്മാരും ഇന്ന് പോകുമെന്നാണ് പറഞ്ഞത്. അവർ രണ്ടുപേരും കുറച്ച് ദിവസം കൂടി ഇവിടെയുണ്ടാവും. ഇത്രയും ദിവസം സുറുമിയുടെയും മാഹിറിൻ്റെയും മുറിയിൽ സീജയും ഭർത്താവുമായിരുന്നു കിടപ്പ്. പകൽ സമയം ഇടയ്ക്ക് മാഹിറിനെ കാണുമെന്നല്ലാതെ അവൾക്ക് കൊതി തീരുവോളം ഒന്ന് കാണാനോ ഉള്ളു തുറന്ന് നിന്ന് മിണ്ടാനോ ഉള്ള അവസരം പോലും കിട്ടിയിരുന്നില്ല. അതിന് സുറുമി ആരോടും പരാതി പറഞ്ഞിട്ടില്ലെങ്കിലും രാത്രി ഹസീനയുടെ കൂടെ കിടക്കുമ്പോൾ എന്തോ ഒരു നെയ്ത്തിൽ അനുഭവപ്പെടും. അവനെ നെഞ്ചോട് ചേർന്ന് കിടക്കാൻ ഒരു പൂതി തോന്നും. ഒരു ഭിത്തിക്കുപ്പുറം അവനുണ്ടല്ലോ. ഇതുവരെ കാത്തിരുന്ന അത്രയൊന്നും ഇനി കാത്തിരിക്കേണ്ടി വരില്ലല്ലോ. സ്വയം സമാധാനിക്കും. മാഹിറിന് ഇതൊരു തരം ഒഴിഞ്ഞുമാറൽ കൂടിയായിരുന്നു. സുറുമിയുടെ മുൻപിൽ ചെന്ന് പെടുമ്പോഴൊക്കെ ഉള്ളിലൊരു പിടപ്പാണ്. അറിയാതെയാണെങ്കിലും താൻ ചെയ്ത തെറ്റ് തുറന്നു പറയാൻ മനസ്സ് കൊതിക്കുന്നുണ്ടെങ്കിലും അതേസമയം തന്നെ ആ രഹസ്യം സുറുമി അറിഞ്ഞാൽ അവൾ തന്നെ വെറുക്കുന്നതോർക്കുമ്പോൾ, അവളുടെ സ്നേഹം തനിക്ക് നഷ്ടപ്പെടുമോ എന്നോർക്കുമ്പോൾ ഉള്ളിലൊരു പേടിയും പടരുന്നുണ്ട്. ആനുമ്മയുടെ വീട്ടുകാരെ കൊണ്ടുവിടാൻ പോയത് മായറായിരുന്നു. അവൻ വരാൻ വയതുകൊണ്ട് മറ്റുള്ളവരെല്ലാം ഭക്ഷണം കഴിച്ചപ്പോഴും സുറുമി കഴിച്ചിരുന്നില്ല. അവനെ കാത്ത് അവൾ ഹാളിൽ ഇരിപ്പുറപ്പിച്ചു. ഉപ്പയെ കാത്തിരുന്ന ഹാലമോൾ സുറുമിയുടെ മടിയിൽ തല ചായ്ച്ച് ഉറങ്ങിപ്പോയിരുന്നു. സുറുമി വെറുതെ ഫോണിൽ നോക്കി ഇരിക്കുമ്പോഴാണ് അവൾക്ക് ജിന്നിനെ ഓർമ്മ വന്നത്. ഇത്രയും ദിവസം ആ ഒരാളെക്കുറിച്ച് അവൾ ഓർത്തിട്ടേ ഇല്ലായിരുന്നു. അതിനൊന്നും പറ്റിയ സാഹചര്യമല്ലായിരുന്നല്ലോ. മുൻപായിരുന്നെങ്കിൽ മാഹിക്കയെ ഓർമ്മ വരുമ്പോഴൊക്കെ ഫോൺ എടുത്ത് നോക്കും. ഇപ്പോൾ ആളെടുത്തുണ്ടല്ലോ. ഭർത്താവ് വന്നില്ലേ, ഇനി നമ്മളെയൊക്കെ ഓർക്കുമോ സുറുമി? ജിന്നിൻ്റെ മെസ്സേജ് വായിച്ചപ്പോൾ അവളുടെ ചുണ്ടിലൊരു ചിരി മുട്ടിട്ടിരുന്നു. ഹായ്, സുഖാണോ ജിന്നെ? ശരിക്കും നിന്നെ മറന്നതൊന്നുമല്ല കേട്ടോ. ഇവിടുത്തെ ഉപ്പ മരിച്ചു. ഇന്ന് 7 ആയിരുന്നു. അതിനുശേഷം ഞാൻ ഫോൺ എടുത്ത് നോക്കുന്നത് തന്നെ ഇപ്പോഴാണ്. അവളൊരു മെസ്സേജ് അയച്ചിട്ടു. അപ്പോഴേക്കും വാഹനം മുറ്റത്ത് വന്ന് നിർത്തുന്നതറിഞ്ഞ് ഫോൺ മാറ്റിവെച്ചവൾ കുഞ്ഞിനെ നേരെ കിടത്തി ഡോറിന് നേരെ പാഞ്ഞു. വല്ലാത്തൊരു തിടുക്കമാണ്. കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാഹിറും കണ്ടു തന്നെയും കാത്ത് പുഞ്ചിരിയോടെ വാതിൽപ്പടിയിൽ നിൽക്കുന്നവളെ. മോൾ ഉറങ്ങിയോ സുറുമയെ? സുറുമയെ നോക്കി ചോദിച്ചവൻ. ഉപ്പയെ കാത്തിരുന്ന് ഉറങ്ങിപ്പോയി പെണ്ണ്. സുറുമി ചിരിയോടെ പറഞ്ഞ് അവനെ കയറാൻ വേണ്ടി വഴിയിൽ നിന്ന് മാറിക്കൊടുത്തു. നിനക്ക് ഉറങ്ങിക്കൂടായിരുന്നോ? അത് ശരി, ഞാൻ ഉറങ്ങിയാൽ പിന്നെ ഇക്കാക്ക ആര് വാതിൽ തുറന്നു തരും? മഞ്ഞുകൊണ്ട് മുറ്റത്ത് കിടക്കേണ്ടി വരുമായിരുന്നില്ലേ? സുറുമി കുസൃതിയോടെ ചോദിച്ചു. അതും ശരിയാ. മാഹിർ സുറുമിക്ക് മുഖം കൊടുക്കാതെ അകത്തേക്ക് നടന്നു. ചോറെടുത്ത് വെക്കട്ടെ? അവൻ്റെ പുറകെ വന്നവൾ ചോദിച്ചു. എനിക്ക് വേണ്ടടാ, വിശപ്പില്ല. അത് പറഞ്ഞാൽ എങ്ങനെയാ മാഹിക്ക? കുറച്ചെങ്കിലും കഴിച്ചിട്ട് കിടന്നാൽ മതി. അന്തിപ്പട്ടിണി കിടക്കാൻ പാടില്ല എന്നാ. എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞല്ലേ സുറുമി? അതും പറഞ്ഞവൻ റൂമിലേക്ക് പോയി. സുറുമിയുടെ മുഖം നിരാശയിൽ കുതിർന്നു പോയത് അവൻ കണ്ടില്ല. അവനെ കാത്തിരുന്ന് അവളും ഒന്നും കഴിച്ചില്ലായിരുന്നല്ലോ. നീ കഴിച്ചോ സുറുമി എന്നവൻ അന്വേഷിച്ചതുമില്ല. സുറുമി പതിയെ അടുക്കളയിലേക്ക് ചുവട് വെച്ചു. കത്തുന്ന വിശപ്പിനെ ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുത്ത് മൂന്തി തണുപ്പിച്ചവൾ ചോറിൽ വെള്ളം ഒഴിച്ച് വെച്ചു. കറികളെല്ലാം ഫ്രിഡ്ജിലേക്ക് വെച്ച് അടുക്കളയിൽ നിന്ന് ഒതുക്കി റൂമിലേക്ക് വരുമ്പോൾ മാഹിർ ഫോണിൽ നോക്കി ബെഡിൽ മലർന്നു കിടക്കുന്നുണ്ടായിരുന്നു. ഹാലമോളെയും അവൻ ബെഡിലേക്ക് എടുത്ത് കിടത്തിയിട്ടുണ്ട്. അവനെ ഒന്ന് നോക്കിയിരുന്ന ശേഷം സുറുമി മാറിയിടാനും നൈറ്റിയും എടുത്ത് ബാത്റൂമിലേക്ക് പോയി. പെട്ടെന്നൊരു കുളിയും കഴിഞ്ഞവൾ ഇറങ്ങി വന്നപ്പോഴേക്കും മാഹിർ ചെരിഞ്ഞു കിടന്ന് ഉറക്കം പിടിച്ചിരുന്നു. ലൈറ്റ് ഓഫ് ചെയ്ത് അവൻ്റെ അടുത്ത് വന്ന് കിടന്നു സുറുമി. മുറിയിലേക്ക് അരിച്ചിറങ്ങുന്ന നേർത്ത നിലാവെട്ടത്തിൽ അവൻ്റെ മുഖം അവൾക്കിപ്പോൾ തെളിഞ്ഞു കാണാം. ഉപ്പയുടെ മരണം നൽകിയ ദുഃഖത്തിൽ നിന്ന് ഇപ്പോഴും കയറിയിട്ടില്ല പാവം. താടിരോമങ്ങൾ തിങ്ങി നിറഞ്ഞ അവൻ്റെ കവിളിൽ പതിയെ തലോടും നേരം അവൾ ഓർത്തവൾ. നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടിയെ വിരലുകൾ പതിയെ ഒതുക്കി വെച്ച് അവൻ്റെ നെറ്റിയിൽ വാത്സല്യം നിറച്ചൊരു മുത്തം കൂടി നൽകിയിരുന്നു സുറുമി. നാളുകൾക്ക് ശേഷം ആ ചുണ്ടുകളുടെ ചൂടറിഞ്ഞതും മാഹിറിൻ്റെ ദേഹമൊന്ന് കിടുത്തു. അവൻ്റെ ഉള്ളിൽ ആ ഒരുവളോടുള്ള പ്രണയത്തെ തിളകി. അതേ നിമിഷം തന്നെ മറ്റൊരുവളുടെ ചുണ്ടുകൾ നൽകിയ പൊള്ളുന്ന ചൂടിൽ അവൻ്റെ ഹൃദയം ഉരുകാൻ തുടങ്ങി.
ഒത്തിരി നേരം അവനെ നോക്കി അങ്ങനെ കിടന്നവൾ ആ മുഖം മാത്രം മനസ്സിൽ നിറച്ച് ഉറങ്ങി. സുറുമി ഉറങ്ങിയെന്ന് മനസ്സിലായതും മാഹിർ പതിയെ കണ്ണു തുറന്നു. എനിക്ക് കഴിയുന്നില്ല സുറുമി. നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ വലിയൊരു തെറ്റ് ചെയ്ത കൊച്ചുകുട്ടിയുടെ പരിഭ്രമം തോന്നുകയാണെനിക്ക്. ഉള്ളു തുറന്ന് നിന്നോടൊന്ന് മിണ്ടാൻ പോലും നാവ് ചലിക്കുന്നില്ല. എല്ലാം മറന്നെന്ന് അഭിനയിച്ച് നിന്നോട് മിണ്ടാൻ കഴിയില്ലെന്നെനിക്ക്. ചെയ്ത തെറ്റ് ഏറ്റു പറയാനോ അത്രയും വയ്യ. ഇനി എന്ത് ചെയ്താലാണ് ഞാൻ നിന്നോട് ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമാകുക? മാഹിർ അവളുടെ അടുത്തേക്ക് നീങ്ങിക്കിടന്ന് ആ പൂമുഖം തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു. അവളുടെ നെറുകയിൽ കണ്ണീർ നനവുള്ള ചുംബനപ്പൂക്കൾ പൊഴിക്കുമ്പോൾ മാഹിർ മനസ്സുകൊണ്ട് 100 തവണ ആ പെണ്ണിൻ്റെ കാലിൽ വീണ് മാപ്പിരുന്നു കൊണ്ടിരുന്നു. രാവിലെ സുറുമി ഉണരുമ്പോൾ തന്നോട് പറ്റിച്ചേർന്ന് കിടക്കുന്ന മാഹിറിനെയാണ് കണ്ടത്. ബെഡിലിരുന്ന് മുടി വാരി കെട്ടുമ്പോഴെല്ലാം സുറുമിയുടെ കണ്ണുകൾ അവനിൽ തന്നെയായിരുന്നു. ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരിയുമുണ്ട്. കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് അവൾ മാഹിറിനെ വിളിച്ചത്. മാഹിർ കണ്ണു തുറന്ന് നോക്കുമ്പോൾ സുറുമിയുടെ ചിരിക്കുന്ന മുഖമാണ് കണ്ടത്. അത്ര തെളിച്ചമില്ലാത്തൊരു പുഞ്ചിരി അവനും അവൾക്ക് തിരികെ നൽകി. ഇന്നലെ എന്തിനാ പട്ടിണി കിടന്നത്? ഉപ്പി ഓർത്തിട്ടാണോ ഒന്നും തിന്നാതെയും കുടിക്കാതെയും നടക്കുന്നത്? സുറുമി ചോദിച്ചു. മാഹിർ അതിന് ഉത്തരമില്ലാതെ ആ പെണ്ണിനെ നോക്കിയിരുന്നു. അവളോട് എന്ത് മറുപടിയാണ് പറയേണ്ടത്? അത് മാത്രമല്ലെന്നോ, അതിനോളം ദുഃഖം തരുന്ന മറ്റൊരു ദുരന്തത്തിൻ്റെ ഓർമ്മകൾ എന്നെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണെന്നോ? സാരല്ല, ഉപ്പാൻ്റെ ആയുസ് എത്രയല്ലേ ഉള്ളൂ എന്ന് സമാധാനിക്കാനും ഖബർ ജീവിതം റാഹത്തിലാക്കാനും പടച്ചവനോട് പ്രാർത്ഥിക്കാനല്ലേ നമുക്ക് പറ്റൂ. എന്നാലും ഉപ്പാനെ മരിക്കും മുമ്പ് കാണാനുള്ള ഭാഗ്യം എൻ്റെ ഇക്കാക്ക് ഉണ്ടായല്ലോ. ഉപ്പാൻ്റെയും വലിയ ആഗ്രഹമായിരുന്നു മരിക്കും മുമ്പ് മാഹിക്കാനെ ഒന്ന് കാണണമെന്ന്. ഇക്ക ഇനി വെറുതെ ഓരോന്ന് ഓർത്ത് രോഗമൊന്നും വരുത്തി വെക്കല്ലേ. സുറുമി അവൻ്റെ കവിളിൽ തലോടി. സുറുമി, മാഹിർ ഇടർച്ചയോടെ വിളിച്ചു. അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അവൻ ആദിയോട് ചോദിച്ചു. നിനക്ക് എന്നോട് ദേഷ്യമില്ലേ സുറുമി? ഞാൻ എന്തുമാത്രം വേദനയാണ് നിനക്ക് നൽകിയത്? എന്നിട്ടും അവൻ്റെ കണ്ണുകളിൽ നനവൂറുന്നത് സുറുമി കണ്ടു. കുടുംബത്തിൻ്റെ പ്രാരാബ്ദം മുഴുവൻ ചുമന്ന് ഒടുവിൽ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ വന്നു നിൽക്കുന്ന നിസ്സഹായനായ ഒരു മനുഷ്യൻ. സുറുമിക്ക് അപ്പോൾ അവനോട് ഇരട്ട സ്നേഹം തോന്നുകയാണ് ചെയ്തത്. അവനെ മനസ്സിലാക്കാൻ അവൾക്കല്ലേ കഴിയൂ. എൻ്റെ മുത്തിനോട് ഒരു കടുകുമണി പോലും എനിക്ക് ദേഷ്യമില്ല. എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു. എന്നെ ഇന്ന് വിളിക്കുകയോ ഒന്ന് മെസ്സേജ് അയക്കുകയോ ചെയ്യാത്ത ദിവസം ഒരുപാട് കരയും ഞാൻ ഇക്കാനെ ഓർത്ത്. എന്നാൽ ഒരു തരിമ്പ് പോലും ദേഷ്യമോ വെറുപ്പോ തോന്നാറില്ല. അവൾ അവൻ്റെ മുഖം കൈക്കുമ്പിളിലെടുത്തു. എന്തൊരു സ്നേഹവും ക്ഷമയുമാണ് ഈ പെണ്ണിന്. തനിക്ക് വേണ്ടി ഇവൾ എന്തെല്ലാം സഹിച്ചു. കാത്തിരിപ്പിൻ്റെ വിരഹനോവിനപ്പുറം മറ്റു പല പരീക്ഷണങ്ങളും തരണം ചെയ്തില്ലേ അവൾ തനിക്ക് വേണ്ടി പിടിച്ചു നിന്നത്. ഈ സ്നേഹം ശരിക്കും ഞാൻ അർഹിക്കുന്നുണ്ടോ? ഒരു രാത്രി അവളെ മറന്ന് മറ്റൊരു പെണ്ണിൻ്റെ കൂടെ ബെഡ് ഷെയർ ചെയ്ത കൊടും പാപിയല്ലേ മാഹിർ? കുറ്റബോധം ചങ്കിൽ കെട്ടി മാഹിറിൻ്റെ ശബ്ദം അടഞ്ഞു. ഞാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉള്ള പണിയും പോയി കയ്യിലാണെങ്കിൽ നെയ്യാ പൈസയും ഇല്ലാതെ മറ്റുള്ളവരെ അദ്ധാര്യത്തിൽ കഴിയായിരുന്നു. അതൊന്നും നിങ്ങളെ അറിയിക്കാതിരിക്കാൻ വേണ്ടിയാണ് വിളിക്കാഞ്ഞത്. ഏങ്ങലടിയോടെ അവൻ പറഞ്ഞു തീർക്കും മുമ്പേ സുറുമി അവളുടെ വിരലുകൾ അവൻ്റെ ചുണ്ടിന് മുകളിൽ അമർത്തിയിരുന്നു. ഒന്നും പറയണ്ടേക്ക, എല്ലാം എനിക്ക് മനസ്സിലാവും. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണ് ചിമ്മിക്കാണിച്ചു. ഇൻഷാ അല്ലാ, ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.